ഈ ട്രിവാൻഡ്രം കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ആ വളവ് നിവർത്തണമെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത്. ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ മാങ്കുറ്റത്തിന് കോൺഗ്രസിന് പറ്റില്ല. കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ചു പോയ പാർട്ടിയുടെ ആളായതുകൊണ്ട് ആ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. ഉത്തരം പറ. അതായത് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ലാൻഡ് അക്വിസിഷൻ പോലും നടത്താൻ പറ്റത്തില്ല എന്ന് അങ്ങേക്ക് ആത്മവിശ്വാസമുള്ള സർക്കാരാണോ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കേരളയിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ കിട്ടി, പലിശ സഹിതം കിട്ടി. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ്. ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ്. അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു. അത് കമ്പ്യൂട്ടറിനെതിരെ അല്ല. പതിവ് പോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാനത് ചോദിക്കരുതായിരുന്നു. അവസാനമായി പറയാനുള്ളത്, കുടുംബത്തിന്റെ കുലമഹിമ കാരണം പാർട്ടി പ്രസിഡന്റായ ആളെ വനിതാ മുന്നേറ്റത്തിന്റെ ചാലകശക്തിയായോ അതിന്റെ ഫേസായോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നിയിട്ട് നല്ല കുടുംബ മഹിമയുടെ പേരിൽ സ്വാഭാവികമായിട്ടും കുടുംബ മഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ പൊതു പ്രവർത്തനത്തിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ VK സനോജനും ശ്രീ വസീഫിനും ഒക്കെ പ്രയാസം തോന്നുന്നൊരു പേരായതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വിടുകയാണ്. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. ഗാലറി എതിരായിട്ടും പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന DYFI സംസ്ഥാന പ്രസിഡന്റ് VK സനോജിന് എന്റെ അഭിവാദ്യങ്ങൾ. നന്ദി. നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ PSC ടെസ്റ്റ്. ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ. ഒന്ന്. രണ്ട് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റാ. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്.